ലെസൺ 1 പെയർസ് ഓഫ് ഇക്വേഷനിലെ അടുത്ത ക്വസ്റ്റ്യൻ. വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പേഴ്സ് ദ ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2. When 5 times the smaller is divided by the larger, quotient and remainder are still both 2. What are the numbers? രണ്ട് സംഖ്യകളിൽ വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും കിട്ടി. ചെറുതിൻ്റെ 5 മടങ്ങിനെ വലിയ സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ ഹരണഫലവും ശിഷ്ടവും 2 തന്നെ. സംഖ്യകൾ ഏതൊക്കെ? ചെറിയ നമ്പർ ഏതാണ്? ചെറിയ നമ്പർ അതായത് സ്മോൾ നമ്പർ x, ബിഗ് നമ്പർ y. അപ്പോൾ എന്താ പറഞ്ഞത്? വലുതിനെ ചെറുതുകൊണ്ട് ഹരിച്ചപ്പോൾ അല്ലെ, വലുത് ഏതാണ്? y ആണല്ലേ. അപ്പോൾ വൈനെ നമുക്ക് എക്സ് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ക്വോഷ്യൻ്റ് 2ഉം റിമൈൻഡറും 2 കിട്ടി അല്ലേ. അപ്പോൾ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ചെറുതിനെ 5 മടങ്ങ് കൊണ്ട് ഹരിക്കണം അല്ലേ. 5 മടങ്ങ് അല്ലേ. 5 മടങ്ങുമ്പോൾ 5x കിട്ടി നമുക്ക്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? പിന്നെ y ഈക്വൽ ടു എക്സ് ഇൻറ്റു എന്താ പറയുള്ളത്? 2 പറഞ്ഞിട്ടുണ്ട്. 2ൻ്റെ കൂടെ 1 2 കൂട്ടിയതും പറഞ്ഞിട്ടുണ്ട് അല്ലേ. 2 കൂട്ടിയാൽ എത്ര കിട്ടി നമുക്ക്? y ഈക്വൽ ടു 2x + 2. 5x, y എന്താണ്? 5x ഈക്വൽ ടു 2y + 2. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 5xൻ്റെ ഇക്വേഷൻ എടുത്ത് ചെയ്യാം. 5x ഈക്വൽ ടു 2y + 2. 5x ഈക്വൽ ടു y എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ 2x + 2. 2 ടൈംസ് പറഞ്ഞില്ലേ. അപ്പോൾ 2 ഇൻറ്റു 2x + 2. ഇനി 5x ഈക്വൽ ടു ഇത് 2 ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയായി? 4x + 2 ഇൻറ്റു 4. ഒരു +2 കൂടി വേണം നമുക്ക് അല്ലേ. അപ്പോൾ +2. 5x - 4x ഈക്വൽ ടു 4 + 2. 5xന് 4x കുറയ്ക്കുമ്പോൾ എത്രയാണ്? 1x. x ഈക്വൽ ടു 4ഉം 2ഉം കൂടുമ്പോൾ എത്രയായി നമുക്ക്? 6. അപ്പോൾ x എന്തായി? 6 ആയി. x എന്ന് പറയുന്നത് എത്രയാണ്? ചെറുതാണ്, സ്മോൾ നമ്പറാണല്ലേ. അപ്പോൾ സ്മോൾ. ഇനി ബിഗ്ഗസ്റ്റ് നമ്പർ കാണാം. നമുക്ക് എങ്ങനെ കാണാം? y ഈക്വൽ ടു 2x + 2. y ഈക്വൽ ടു x എത്ര കിട്ടി നമുക്ക്? 6 കിട്ടിയിട്ടുണ്ട്. 6 + 2. y ഈക്വൽ ടു 6 ഇൻറ്റു 12 + 2. y ഈക്വൽ ടു എത്ര? 12ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 14, 14. y എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗ് അല്ലേ. ലാർജസ്റ്റ് നമ്പർ 14. ഓക്കെ. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവിഡൻറ്റ് കാണാനായിട്ട് ഡിവൈസർ ഇൻറ്റു ഏതാണ്? ക്വോഷ്യന്റ് അല്ലേ. ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലേ. അപ്പം നമ്മൾ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് y ആണല്ലേ. ഡിവിഡൻറ്റ് കണ്ടുപിടി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. y ഈക്വൽ ടു ഡിവൈസർ എന്താണ്? x ആണ്. ഇനി ഇൻറ്റു ക്വോഷ്യൻ്റ് എത്ര നമുക്ക് കിട്ടിയത്? 2 ആണ്. റിമൈൻഡർ എത്രയാണ്? 2 ആണ്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ കിട്ടിയത്? y ഈക്വൽ ടു 2x + 2 എന്ന ഇക്വേഷൻ കിട്ടിയത്. ഓക്കെ അല്ലേ. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയത്. ഇനി അടുത്തത് സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇതേപോലെ ഡിവിഡൻറ്റ് എത്രയാണ്? ഡിവിഡൻറ്റ് വന്നത് 5x ആയിരുന്നു. ഇനി ഡിവൈസർ എത്രയായിരുന്നു? y ആയിരുന്നു. ക്വോഷ്യൻ്റ് എത്രയായിരുന്നു? 2 ആയിരുന്നു. റിമൈൻഡറും 2 ആയിരുന്നു. അപ്പോൾ 5x ഈക്വൽ ടു 2y + 2 എന്ന രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും കിട്ടി. The sum of the digits of a 2-digit number is 11.
The number got by interchanging the digits is 27 more than the original number. What is the number? ഒരു രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങളുടെ തുക 11ആണ്. ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ 27 കൂടുതലാണ്. ഏതാണ് സംഖ്യ? ഒരു 2 ഡിജിറ്റൽ നമ്പറിനെ അൽജീബ്ര ഫോം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 10x + y എന്നാണ്. ഇനി ഇവിടെയുള്ള തുകകൾ എങ്ങനെയാണ്? രണ്ട് തുകകൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് സംഖ്യകൾ പറഞ്ഞില്ലേ, അതേതൊക്കെയായിരിക്കും? എക്സും വൈയും ആയിരിക്കും. പിന്നെന്താ പറഞ്ഞത്? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടെന്ന് പറഞ്ഞു? നമ്പർ ഈസ് 11 അല്ലേ? അപ്പോൾ നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനായില്ലേ? ഇനി 10x + y ആണ് 2 ഡിജിറ്റൽ നമ്പറിൻ്റെ അൽജീബ്ര ഫോം. അപ്പോൾ ഇതിനെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്താൽ എങ്ങനെ കിട്ടും? 10x + yനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ 10y + x. കണ്ടോ? ഇതിനങ്ങോട്ട് നമ്മൾ മാറ്റി എഴുതി, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് ഇൻ്റർചേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? 27 മോർ ദാൻ അല്ലേ? 27 കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഈ സംഖ്യകൾ 10y + x = 10x + y + 27 അല്ലേ? 27 കൂടുതലെന്നല്ലേ പറഞ്ഞിരിക്കണേ? അപ്പോൾ അത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് വൈകൾ ഇവിടെയുണ്ട്, y 10y ഇവിടെയുണ്ട്. ഇത് തമ്മിൽ നമുക്ക് ഒരുമിച്ച് കുറയ്ക്കാം. 10y - y = എന്താണ്? 10x ഈ +x അങ്ങോട്ട് പോകുമ്പോൾ -x ആയി +27. ഇനി നോക്കാം, 10y - y എത്രയായി? അപ്പോൾ 9y. ഇത് മൈനസ് എഴുതാം. ഇനി എന്താണ്? 10x ഒരു x കുറച്ചാൽ 9x = 27. കണ്ടോ? ഇനി ഇതെല്ലാതും ഏതിൽ പോവും? 3 കൊണ്ട് നമുക്ക് ഡിവിഷൻ ചെയ്യാൻ പറ്റും. അത് 3ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ട് അല്ലേ? അപ്പോൾ 3 × 3 9 ആണല്ലോ. അപ്പോൾ 9 × 3 എത്രയാണ്? 27. അപ്പോൾ ഇവിടെ എത്ര വന്നു? നമുക്ക് 9ൻ്റെ ഭാഗത്ത് 3 എഴുതാം. 3y - ഇവിടെ 9 ആണ്, അപ്പോൾ 3x എഴുതാം. 27 അല്ലേ? 27 എത്രയിൽ വന്നിട്ടുണ്ട്? 9ൽ വന്നിട്ടുണ്ട്. 9 കണ്ടല്ലോ. ഇനി ഇപ്പോൾ നോക്കിയേ, ഇതും നമുക്ക് 3ൽ പോകും. 1 × 3 3 3 × 3 9. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്താം? വെറും y എഴുതാം. 1y എന്ന് പറഞ്ഞാൽ എത്രയാണ്? y. അതുപോലെ ഇവിടെ നമുക്ക് എന്താ? 1x = 9 എത്രയായി? 3. അപ്പോൾ y - x = 3. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ x - y = 3. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആണല്ലോ. ഇനി നമുക്കത് ഒരുമിച്ച് ചെയ്യാം. x - y = 3. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? x + y = 11. ഇതാണ് ഫസ്റ്റും ഇതാണ് സെക്കൻഡും. നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമുക്ക് മൈനസ് ചെയ്യണം. അപ്പോൾ 11 നമുക്ക് ആദ്യം എഴുതുന്ന രീതി, വലിയ നമ്പർ ആദ്യം എഴുതുന്ന രീതിയിൽ എഴുതാം. x + y = 11 x - y = 3. എന്താണ്? x 0 y കൂട്ടിയപ്പോൾ നമുക്ക് എത്രയായി? 2y = ഇവർ രണ്ടുപേരും കൂട്ടിയാൽ 14. ഇനി 2y = 14 y = 14/2 എത്രയാണ്? 7 × 2 14. y എത്ര കിട്ടി? നമുക്ക് 7 കിട്ടി. ഇനി നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. x + y = 11 x + y നമുക്ക് എത്രയാണ്? 7 7 = 11 x = 11 + 7 അപ്പുറത്തേക്ക് പോകുമ്പോൾ -7 x = 4. അപ്പം നമുക്ക് എത്ര കിട്ടി? 47. അപ്പോൾ 4 10സിൻ്റെ ഇതിലും വന്നു, 7 1സിൻ്റെ ഇതിലും വന്നു. ഓക്കെ ആയല്ലോ. ഞാൻ അടുത്ത ഭാഗം കാണാം.